നമസ്കാരം. ഓർമ്മയിലെന്നും കൽപ്പന. 3 ദശകങ്ങളിലധികം മലയാളം ഉൾപ്പെടെ 5ഓളം ഭാഷകളിൽ അഭിനയ സാന്നിധ്യമായി മാറിയ കൽപ്പന ചേച്ചി. നമുക്ക് പ്രിയപ്പെട്ട കൽപ്പന ചേച്ചിയെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും കൽപ്പന എന്ന പരമ്പര തുടരുന്നു. അമ്മയോടല്ലാതെ നിങ്ങൾ തമ്മിൽ അഭിനയത്തിന്റെ ഒരു മീറ്ററിങ് അല്ലെങ്കിൽ അഭിനയത്തിന് ഇന്ന ക്യാരക്ടർ ഇന്ന സാധനം ഞാൻ ഇന്ന ഒരു മീറ്റർ പിടിക്കുന്നു എന്നുള്ളൊരു ചർച്ചകളൊക്കെ വീട്ടിൽ നടത്താറുണ്ടല്ലോ. സിനിമ ചർച്ചയെ വീട്ടിൽ ചെയ്യാറില്ല. വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോ വീട്ടിൽ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുന്ന വളരെ അപൂർവം നിമിഷങ്ങളുണ്ട്. ഷൂട്ടിങ്ങിനിടയിരുന്ന കാര്യങ്ങൾ പറയും, ആ ചർച്ചകളൊക്കെ ഉണ്ടാവും. ഈ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ അഭിനയിച്ചപ്പോ അങ്ങനെയൊന്നും പറയില്ല. അക്കാഡമിക് ആയിട്ടില്ല, എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. അതെന്റെ പിന്നെ പ്രിവ്യൂ ഇടുമ്പോ എല്ലാ പടവും പ്രിവ്യൂ ആണല്ലോ ഒന്ന് ഇടുന്നത്. ചെന്നൈയിലുണ്ടാവല്ലോ, നമ്മളെ പഴയ പോലെ നമ്മൾ ഷോ ഇടുമല്ലോ. അതിന് കണ്ടിട്ട് വന്നാ പിന്നെ മിനിച്ചേച്ചിയുടെ വിമർശനത്തിന് വേണ്ടി എല്ലാരും ഇങ്ങനെ നമ്മൾ കുത്തിയിരിക്കും. എന്റെ അടുത്ത് പറഞ്ഞു, ഒരുമാതിരി നരച്ച പോലത്തെ ഡ്രസ്സേ നീ ഇടത്തുള്ളൂ, നീ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവര് വാങ്ങിച്ചിരുന്നല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അവർ നമ്മൾ വരുന്നതിന് മുമ്പ് അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി രാവിലെ ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് 3ാമത്തെ ഷൂട്ടിങ്ങിന് പോവുക അങ്ങോട്ട്. അതിനിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ നേരമുണ്ടോ? അവർ തരുന്ന ഇടും. നോക്കാം, ബ്ലൗസ് നോക്കി, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കണം, ഈ മുടി ഇങ്ങനെ കുളിപ്പീനല്ലേ പിന്നെ മാത്രമേ നിനക്കറിയാവോ, ഇത്രയും മുടി നീട്ടി വെച്ചിട്ടില്ലേ, ഇതിനെ ഇങ്ങനെ കെട്ടിയാലെന്തെങ്കിലും. അമ്മ മിണ്ടത്തേ ഇല്ല. കുറെ കഴിയുമ്പോൾ ഞാൻ പറയാം, അമ്മ മിണ്ടായിരിക്കാൻ പറയാം ഇവളുടെ അടുത്ത്. ഇവളാണ് ഡയറക്ടർ. ഒന്നും ആവണ്ട, ഡയറക്ടർ പറയുന്ന കേൾക്കുന്നു, നീന്റെ പോട്ടെ പണ്ണ്, പിന്നെ പൊടി പട്ടി, അങ്ങനെയുള്ള വിളിയാവും. അടുത്ത യുദ്ധത്തിലേക്കോ അമ്മ മക്കളെ 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 വിട്ടേരെ. അതാണ് പ്രശ്നം. നമ്മളിപ്പോ പറഞ്ഞല്ലേ, ഞാനിപ്പം UDC പറഞ്ഞു അല്ലെ, ഇതൊക്കെ പറയുമ്പം വേറൊരു കാര്യമുള്ളത്, വേറൊരു പ്രൊഫൈലിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ സതി ലീലാവതി എന്നൊക്കെ പറയുന്ന പടത്തില് കമൽഹാസൻ സാറിന്റെ ഹീറോയിനാണ്. 2 പേരിൽ ഒരാളാണ്. കമൽ സാറിന്റെ അല്ല, കമൽ സാറിന്റെ ആണോ? സതി ലീലാവതി എന്ന് പറയുന്നത് 2 പെണ്ണുങ്ങളുടെ പേരാണ്. അതെ അതെ, അത് ഒന്ന് ഇതും. പക്ഷെ കമൽ സാറ് ഹീറോയുടെ കൂട്ടുകാരനായിട്ട് വരിക. അപ്പം നാത്തൂനെ എന്ന് വിളിക്കുന്ന പോലെ ആയത്. അതിന്റെ കന്നഡം 20 വർഷത്തിന് ശേഷം ഞാൻ അഭിനയിച്ചു. ആ സിനിമയുടെ തന്നെ ചെയ്തു. രാമ ഭാമ ശ്യാമ എന്നായിരുന്നു അതിന്റെ പേര്. അപ്പം ഭാമ എന്റെ പേരും ശ്യാമ എന്ന് പറയുന്നത് പിന്നെ കമൽ സാറിന്റെ പേരും. ഞങ്ങളുടെ 2 പേരുടെയും പേര് ടൈറ്റില്. രാം എന്ന് പറയുന്നത് ഹീറോ. അങ്ങനെ ആയിട്ട് 20. ഞാൻ അതുകൊണ്ട് സതിയിലില്ലാതെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഈ വിശേഷങ്ങൾ മിനിച്ചേച്ചി പറയും. എടുത്ത സീൻ അതുപോലെ പറയാൻ അറിയാം അവക്ക്. ഒരു ഡയലോഗ് പോലും തെറ്റാതെ പറയും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഷൂട്ടിംഗ് സ്പോട്ടിൽ നടന്നതിനെ അതൊരു വലിയ കഴിവാണ്. എനിക്കറിയാൻ വയ്യ അങ്ങനെ പറയാൻ. ഒരു മാറ്റവും ഇല്ലാതെ പറയും. ഒരു മാറ്റവും ഇല്ല. കഥ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഇങ്ങനെ വന്നു, ഇങ്ങനെ നിസാർക്ക നടന്നു വന്ന് അവിടെ ഇരുന്നപ്പം വേണുചേട്ടൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു. അതിങ്ങനെ അപ്പം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ കാണാം. ആ ലൊക്കേഷനിൽ നടന്നൊക്കെ നമുക്ക് കാണാം. എന്നോട് തിരിച്ച് അവള് ചോദിക്കുമ്പോഴേ ആരൊക്കെ വന്നിരുന്നു അവിടെ? ഞാൻ പറഞ്ഞ എല്ലാവരും വന്ന് ഓരോ ദിവസം ഓരോരുത്തർ വന്ന് എത്ര നീ ഓർമ്മയില്ല. അപ്പൊ നീ ഡയറിയിൽ എല്ലാം എഴുതി വെക്കുന്ന നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ ഡയറി എടുത്ത് വായിക്കും. അപ്പോൾ അവിടെ മോഹൻലാൽ അന്ന് നല്ല ഏതോ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നപ്പം ഇങ്ങനെ ആലപ്പി ഉഷ പറഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് ഉഷ എടുത്ത് ചോദിച്ചു നോക്കി, ഞാൻ കണ്ടില്ല മോഹൻലാൽ വരുന്ന സിനിമയുടെ ഡ്രസ്സേ ഇട്ടുള്ളൂ, എനിക്ക് പറയാൻ അറിയത്തില്ല. ഇതൊരു ഭയങ്കര ദേഷ്യമാവും. അവർക്ക് വിശേഷം കേൾക്കണം. അതുമല്ല, ഈ കഥാപാത്രങ്ങൾക്ക് അപ്പുറമുള്ളൊരു നർമ്മബോധം. ഇപ്പൊ അശ്വൻ ചേച്ചിയാണ് നമ്മളൊക്കെ ആണെങ്കിലും ഈ കൽപ്പന ചേച്ചി കുറെ നാള് മിമിക്രി പരിപാടികളുടെ ജഡ്ജ്മെന്റ് പരിപാടിക്ക് ഇരുന്നിട്ടുണ്ട്, ജഡ്ജായിട്ടിരുന്നിട്ടുണ്ട്. കോമഡി ഷോയിൽ ഇഷ്ടംപോലെ ജഡ്ജായിട്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ജഡ്ജ് ചെയ്യുമ്പം കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ പറയും. ചിലർ ഈ സ്കിറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളതിനപ്പുറം പറയേണ്ട ആവശ്യകതകൾ അതിനില്ല. ശരിക്കും വേണമെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും അതിന്റെ ഒരു നർമ്മബോധം ഉണ്ടല്ലോ, അത് ജഡ്ജ് ചെയ്യുന്ന സമയത്തും ഒരു നർമ്മബോധം. അത് ഞാനിപ്പോ ഓർക്കുന്നത്, ഒരു ദിവസം ഒരു സ്കിറ്റ് കഴിഞ്ഞു. അപ്പം അധികം വേദനിപ്പിക്കാതെ പറയും. ചിലരിത് ചെയ്യുന്ന ഒരാളാവുമ്പോ, അപ്പൊ നമുക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ അശോകൻ ചേട്ടൻ വന്നിരുന്നാലും നമ്മളിത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന, ഒരു സ്റ്റേജിൽ ഒരു സ്കിറ്റ് കളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന നമ്മൾ കളിച്ച ഒരാളെ ഇതായിട്ട് ചെയ്യൂല. അപ്പൊ ഒരുത്തർ ഇച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ചെറുതായിട്ട് പല പണിയൊക്കെ കാണിച്ചിട്ട് അവസാനം ഇവന്റെ സ്കിറ്റ് ഭേഷ പൊളിഞ്ഞു എന്ന് പറഞ്ഞാല് അടപടലമായിപ്പോയി. ക്യാമറാമാരുൾപ്പെടെ ആ ഫ്ലോറ് മരിച്ചു വിടുവലായിപ്പോയി. അത്ര നേരം ശരിയൊക്കെ നിർത്തിയിട്ട് കൽപ്പന ചേച്ചി ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇവരുടെ എന്റെ കുഞ്ഞെ 2 റൗണ്ടും കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനലല്ലേ,
നീ ഇപ്പൊ എക്സ് സങ്കല്പിച്ചോ അവന്റെ പേര് അവനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ലേ. അപ്പൊ എക്സ് നീ ഇത് 2 റൗണ്ട് കഴിഞ്ഞാൽ ഫൈനലല്ലേ, നീ ഇപ്പൊ ഇങ്ങനെ ഉഴപ്പിയല്ലേ എങ്ങനെ ശരിയാവും, അതെന്താ ചെയ്യാവുന്നത്, അത് നിനക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല, നിങ്ങൾ ഇത്ര റൗണ്ട് എത്തിയില്ലേ, 10 ലക്ഷം രൂപയെ നിങ്ങൾ ഇത്ര അടുത്തെത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ നേരം പറയാം. ഇപ്പൊ ഇവൻ പെട്ടെന്ന് ഇവൻ ഇച്ചിരി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പോലെ, കാരണം ചേച്ചി സ്നേഹത്തോടെ അവരോട് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന് അവിടെ ഒരു ചെറിയ കൃഷി ഇറക്കി, ഇവനൊന്ന് കണ്ണ് നിറഞ്ഞാലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ സ്കിറ്റ് പഠിച്ച സമയത്ത് വേറെ 4 പേരായിരുന്നു, അവര് 4 പേരും കൂടി ഇന്നലെ രാത്രി എന്നെ ചതിച്ചു, അവരാരും ഇന്ന് വന്നില്ല, ഒരു ചെറിയ വഴക്കല്ല. ഇവര് 3 ഈ 4 പേരെ എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ്. ഇന്ന് രാവിലെ കിട്ടിയ 4 പേരെ വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ 1 മണിയാകുമ്പോഴത്തേക്ക് ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പൊ ചേച്ചി എന്നിട്ട് അവര് 4 നന്നായല്ലോ, നീ എങ്ങനെ ഇത്രയും മോശമായ ഇവനെ അടമിറക്കിയതാണ്. ഇവനൊക്കെ പിന്നെ അയ്യോ ഒരു കൂട്ടച്ചിരി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിട്ട് ചേച്ചി 77 സിനിമയിൽ വന്നാലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഏതാണ്ട് 30 വർഷം എടുത്തു, 35 വർഷം എടുത്തു ഒരു അവാർഡിലേക്ക് എത്തിയപ്പോൾ. അതായത് 2013 സഹനടിക്കുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത് തനിച്ചല്ല ഞാൻ എന്ന് പറയുന്ന സിനിമയാണ്. അതിലെനിക്കൊന്ന് ലളിത ചേച്ചിയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ലളിത ചേച്ചിയുടെ കഥാപാത്രത്തെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു മുസ്ലിം കഥാപാത്രമാണ് കൽപ്പന ചേച്ചി ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രം ചെയ്യാൻ കൽപ്പന ചേച്ചി അന്ന് അതൊരു ഒറിജിനൽ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ബാബു തിരുവല്ല സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സ്ത്രീയുടെ ഒറിജിനൽ സ്ത്രീയെ കണ്ടുപിടിക്കുകയും അവരോടൊപ്പം കുറെ നാൾ ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതെ, അവര് കുറച്ചുനാൾ ജീവിക്കാന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല, അതിനുള്ള സമയമൊന്നും ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അവള് കുറച്ചു നേരം മതിയല്ലോ ഒരാളിനെ മനസ്സിലാക്കാൻ അവൾക്ക്. അപ്പോ അങ്ങനെ അവരോടൊപ്പം കുറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അവര് കൊണ്ടുവന്ന അമ്മയെ കണ്ടിട്ടുണ്ട് അവള്. ആ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ട് ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് സഹായങ്ങളും ചെയ്തിട്ടുണ്ട്, നല്ലോണം സഹായം ചെയ്യുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുവിധം ധർമ്മം ചെയ്യും, അത് പുറത്ത് പറയുകയോ ഇല്ല. അപ്പൊ അവള് അതൊക്കെ ചെയ്യുകയും ചെയ്തു. അവൾ അവസാന കാലത്ത് എവിടെയോ ഇരുന്ന് കേൾക്കുന്നു കേട്ടോ. അതാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാനൊരു വെമ്പല് വരുന്നു. ഒരുപാട് പേർക്ക് ഈ ആലുവ ജനസേവ ഭവൻ മുതൽ എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് വിഷമം വെച്ചാൽ അവളുടെ സ്റ്റാർട്ടിങ് ഫിലിംസ് നമ്മുടെ സന്തോഷ് ശിവന്റെ അച്ഛൻ ശിവൻ ഡയറക്റ്റ് ചെയ്ത യാഗം എന്നൊരു സിനിമയാണ് അവളുടെ ബാലതാരമായിട്ട് അഭിനയിച്ച ഏറ്റവും പോപ്പുലർ സിനിമ. അതൊരു മെയിൻ സ്ട്രീം ഫിലിം അല്ല. എന്റെ അമ്മയും മിനിച്ചേച്ചിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഒരു അമ്മയും മകളും കൂടെ അച്ഛന്റെ വരവ് കാത്തിരിക്കുന്ന വീട്ടിലേക്ക് ഒരു അതിഥിയായിട്ട് അപ്രതീക്ഷിതമായ ചെറുപ്പക്കാരൻ വന്നെത്തുന്നു. അപ്പൊ ആ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു മുറി വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു കഥയാണ്. ഇതിപ്പോ ഈ പയ്യൻ തന്നെ അവരച്ഛന്റെ മരണകാരണമാവുന്നു, അങ്ങനെ അവൻ ആ വിപ്ലവത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളൊരു കഥ തീരുന്നത്. ഇത് അഭിനയിച്ചു. വലിയ സീരിയസ് ഒരു പടമാണ്. പോക്കോയിൽ അഭിനയിച്ചു, അതും വളരെ സീരിയസ് ആയിട്ടൊരു നായികാവേശമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. ഷീലാമ്മ ഡയറക്ട് ചെയ്തിട്ടുള്ള ശിഖരങ്ങൾ മറ്റു പറയുന്ന ഒരു പടത്തിൽ ഞാനും മിനിച്ചേച്ചിയും ഒരു കുട്ടികളുടെ ഒരു നാടകം പോലെ ഒരു പോർഷനുണ്ട്. ഞാൻ രാജകുമാരനും സിൻഡ്രല്ലയുടെ നാടകമാണ്. ഞാൻ രാജകുമാരനും മിനിച്ചേച്ചിയാണ് ഏഞ്ചൽ, ഈ മാലാഖ വന്നിട്ട് സിൻഡ്രല്ലയ്ക്ക് ചെരുപ്പ് കൊടുക്കുന്ന ആ ഒരു മാലാഖ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. അങ്ങനെ കൊച്ചിലെ ഞങ്ങൾ ഒത്തിരി പടം ചെയ്തിട്ടുണ്ട്. MT സാറിന്റെ മഞ്ഞ് എന്ന് പറയുന്ന മഞ്ഞിൽ ഞാനില്ല, ഞാൻ മിനിച്ചേച്ചിയും എന്റെ 2 അനിയന്മാരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അശോകൻ ചേട്ടൻ ചോദിച്ചു, ഇപ്പൊ അശോകൻ ചേട്ടൻ ഇപ്പോ കരിയർ അശോകൻ ചേട്ടൻ ഒരു 30 വർഷമായോ? 36. ഇപ്പോഴാണ് അശോകൻ ചേട്ടൻ ഇടയ്ക്ക് ആകാശം പോലുള്ള സിനിമകൾ ചെയ്തിട്ട് ഗൗരവമുള്ള എന്ന് നമ്മള് പ്രേക്ഷകർ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ അയാൾ നന്നായിട്ട് അഭിനയിച്ചു, അയാൾ നന്നായിട്ട് അഭിനയിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ എപ്പോഴും സെന്റിമെന്റ്സ് ഉള്ള കരച്ചിൽ റോള് ചെയ്താലേ ഇത് അംഗീകരിക്കുക. അത് അവാർഡ് കമ്മിറ്റി ആണെങ്കിലും ശരി, പൊതുജനമാണെങ്കിലും ഒക്കെ ശരി. അപ്പൊ ഈ കൽപ്പന ചേച്ചി അവസാന കാലങ്ങളിൽ പറഞ്ഞ പല ഇന്റർവ്യൂകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു കാലഘട്ടം മുഴുവൻ ഈ കോമഡി വേഷങ്ങൾ ചെയ്തതുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ. അത് അശോകൻ ചേട്ടൻ നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ ശരിക്കും? അതെ, തീർച്ചയായിട്ടും. അതായത് എൻ്റെ മകളുടെ കല്യാണത്തിന് കൽപ്പന വരുമ്പോൾ
കൽപ്പന സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിന് ഉടനെ പോകും, ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. കാരണം ഷൂട്ടിംഗ് തെലുങ്ക് തമിഴ് ഏതോ സെറ്റിൽ നിന്നാണ് വരുന്നത്. അശോക് എനിക്ക് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് മാറി. ഞാൻ ചെയ്യുന്ന പടത്തിൽ ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അശോകൻ അതൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. അതിലല്ല, അയാൾ അടുത്ത് ചെയ്യാൻ വേണം പടത്തിൽ തെലുങ്കോ തമിഴോ എന്തോ, തെലുങ്കോ കന്നഡയോ. അത് നിങ്ങൾ അവിടെ വന്ന അശോക് വിളിക്കാൻ പറ്റും, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് പോയ ആളാണ്. ഈ പരിചയമില്ലാത്ത ആൾക്കാരോട് ചെറിയ ഒരു ഐസ് ബ്രേക്ക് ആവാനൊക്കെ ഉള്ള ചില സമയമൊക്കെ ഉണ്ട് ചേച്ചിക്ക്. ചില ആൾക്കാർ ഇപ്പൊ ഞാന് പരിചയത്തിന്റെ അല്ല, ചില ഒരു ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സ്കിറ്റ് ഒരിക്കൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്കിറ്റ് റെക്കോർഡ് ചെയ്യുമ്പം ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, അത് വേറൊരാളാണ്. അപ്പം ഏതോ ഒരു സ്ഥലത്ത് ഒന്നിനൊരു സ്ഥലത്ത് ഇവിടെ വാടി ഇവിടെ കുറെ പറയുന്നുണ്ട്. അപ്പൊ കൽപ്പന ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് ഇതില് സ്കിറ്റിൽ വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പേര് വിളിച്ചാൽ പോരെ, വെറുതെ എടി പൊടിയെന്ന് നമ്മൾ വിളിക്കണം, ആൾക്കാർക്ക് സ്റ്റേജിനോട് കാണുന്ന ഒരു റെസ്പെക്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു മാറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തുടക്കത്തിൽ ഉറച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് തൊടാത്ത മേഖല ഏതാണെന്ന് നമ്മൾ നോക്കുമല്ലോ. അതിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പലവട്ടം കാത്തു നിന്ന് എന്നുള്ള പാട്ട് ചെയ്തപ്പം അതിനൊരു വിനീത് ശ്രീനിവാസൻ പാട്ട് സലീമേട്ടനാണല്ലോ അഭിനയിച്ചത്. അതിനൊരു മറുപടി പാട്ട് ചെയ്തിട്ടുണ്ട് ഉഷാ ഉതുപ്പും കൽപ്പന ചേച്ചിയും കൂടെ. സലീം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനകത്ത്. സലീം ആൽബത്തിലുണ്ട്. വിനീത് ശ്രീനിവാസൻ ചെയ്തതിനകത്ത് സലീമേട്ടനുണ്ട്. ഉഷാ ഉതുപ്പും കൽപ്പന ചേച്ചിയൊക്കെ കൂടെയാണ് ഇതിന്റെ ഒരു മറുപടി പാട്ട് അന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. പലവട്ടം കാത്തുനിന്ന ഇത് ഈ അരമന വീട് 500 ഏക്കർ തന്നെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഭിനയിക്കാനായിട്ട് നല്ല സൈസുള്ളൊരു ചെറുപ്പക്കാരൻ വന്നു, ഒരു പയ്യൻ. അപ്പൊ അവന് അതിൽ വേഷം ഇല്ലാത്തത് കൊണ്ട്, അനിൽ ബാബു ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേഷം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് പോകെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനടുത്ത ലൊക്കേഷൻ മാനേജറായിട്ട് മാറി. പാവം. പിന്നെ ആൾക്കാരെ മാറ്റാനും പിടിക്കാനും ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കൊണ്ടുപോകാനും ഇരുത്താനും ഒക്കെ ആളായി. കിട്ടിയാലൊരു വേഷവും ചെയ്യാം, അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഞാനും ജയറാമും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സംഭവമുണ്ട്. മനയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അന്ന് അന്ന് ആ പുഴ ഒരു കുളം ഉണ്ട്, അതിൻ്റെ ആ കുളത്തിൻ്റെ അങ്ങോട്ട് രാത്രി ഒളിച്ചിങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരാൾ പൊങ്ങണം കുളത്തിൽ നിന്ന്. അവിടെ ഒരു ഞെട്ടല്, അവിടുന്ന് ഓടി ഹൈഡ് ചെയ്യണം, അതൊക്കെയാണ് സംഭവം. അത് ആ വേഷം അയാൾക്ക് കൊടുക്കാം. അങ്ങനെ അയാൾ വേഗം തന്നെ ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞു സുഹൃത്തൊക്കെ കൊടുത്ത്. ഇയാൾ രാത്രിയാണത് ക്യാമറയൊക്കെ വെച്ച് ലൈറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഇതിൽ മുങ്ങി നിന്നോ, സമയമാകുമ്പോൾ നമ്മൾ വിസിലടിക്കും പൊങ്ങി വന്നാൽ മതി. ആക്ഷൻ പറഞ്ഞു. നമ്മൾ പതുക്കെ ഞാനും ചേരാൻ കൂടി നടന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഈ കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോഴില്ല, വിസിലടിച്ചാലും നോക്കുമ്പോൾ 2 കാലാണ് ഫ്രെയിമിലേക്ക് വന്നത്. കാരണം ഇയാൾക്ക് നീന്താറിയില്ല. ഒരു കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായേനെ. അപ്പൊ കൽപ്പന അവിടെ ഇരിപ്പുണ്ട്. കൽപ്പന എല്ലാവരും അനിലും ബാബുവിനൊക്കെ കുറേ വഴക്കും. നിങ്ങൾക്ക് അറിയില്ല അയാൾക്ക്, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അത് അവരുടെ കുഴപ്പമില്ലല്ലോ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ആർട്ടിസ്റ്റുകൾ കുറവാണ്. പിറ്റേ ദിവസം രാവിലെ അപ്പൊ അനിലും ബാബും കൂടി പറഞ്ഞു സോങ് എടുക്കാൻ. ഞാനും കൽപ്പനയുണ്ട്, സോങ് എടുക്കാൻ. പിന്നെ അവിടെ ഒരു വയലിൽ പോയി ഞങ്ങനെ വയലിൻ്റെ വരമ്പത്തൊക്കെ ഇങ്ങനെ പുറഞ്ചാരി ഇരുന്ന് സോങ്ങിന്റെ കട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഈ പയ്യനുണ്ട്. ഞാനൊക്കെ അവിടെ പൊയ്ക്കളഞ്ഞാൻ, ഇവനവിടെ ഉണ്ട്. അപ്പൊ പൂക്കളൊന്നുമില്ല, ഈ വയൽ മാത്രം വെച്ച് നമ്മൾ കുറെ നേരം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതിന് പിന്നെ അവിടെ പോണം. മലമ്പുഴ ഗവി എന്നങ്ങനെ സ്ഥലമില്ലേ, മലമ്പുഴയിലൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കോളാമ്പി പോലെ. ഇപ്പൊ ലോയി സാറിന്റെ പടത്തിന്റെ ഷൂട്ട് ചെയ്താണ്. അപ്പൊ ഇവൻ എല്ലാ സെറ്റും നടക്കുന്നുണ്ട്, അത് മനസ്സിലായി. നീളത്തിൽ വെളുത്ത കോളാമ്പി, ഇത് കോളാമ്പിയിലെ പൂക്കൾ ഇപ്പൊ ഷൂട്ട് ചെയ്തോളൂ. അവിടെ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ബിജുവിന്റെ, നമ്മുടെ തിരുവനന്തപുരത്ത് ബിജു ഇല്ലേ, ബൈജുവിന്റെ വണ്ടിയിൽ ഞാനും പിന്നെ ഇവൻ നമ്മുടെ ആ വണ്ടി തന്നെ കയറി. പിന്നെ കൽപ്പനയൊക്കെ ആദ്യമേ പോയി. വണ്ടി ഇവിടുന്ന് ഷിഫ്റ്റായി നേരെ മലമ്പുഴക്ക് സോങ് എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ വർക്കില്ല, ആർട്ടിസ്റ്റുകളും ഇല്ല. അപ്പൊ ഞങ്ങൾ പതുക്കെ പോയിണ്. അവർ വണ്ടി യൂണിറ്റ് പോയി, എല്ലാം പോയി. അവിടെ ചെന്ന് അപ്പൊ അവിടെയും കൽപ്പന ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, എല്ലാ യൂണിറ്റ് അടക്കം എല്ലാവരും നിൽക്കുകയാണ്. ബൈജു ഒക്കെ ഇറങ്ങി, ഞാനും ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൽപ്പന ഓടി വന്നു പറഞ്ഞ മറുപടി, അശോക ഇവിടെ അയാൾ പറഞ്ഞ പൂവില്ലേ, ഒന്നുമില്ല, ഒരു പൂവുണ്ട്. അയാൾ വേറെ വണ്ടിയില്ലായിരുന്നു, സോറി, അയാൾ വേറെ വണ്ടിയിലായിരുന്നു, ഞങ്ങൾ ബൈജുവിൻ്റെ വണ്ടിയിൽ. ആ പൂവ് ഒട്ടുമില്ല ഇവിടെ, ഒന്നുമില്ല. ഒരു പൂവുണ്ടായിരുന്നു. അത് ഇവന് വണ്ടി എന്ന് പറയുമ്പോൾ അവനെ കണ്ടപ്പോൾ ആ പൂവും താഴെ വീണെന്ന്. അത്ര ട്രാവൽ ചെയ്ത് വന്നതിന്റെ വിഷമം അങ്ങോട്ട് പോയി, കാരണം ചിരിച്ചുപോയി. ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാലേ, ഈ നമുക്ക് ഇപ്പൊ ഹ്യൂമർ ചെയ്യുന്ന
സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ താരതമ്യേന ഇനി വന്നൊരു കാലഘട്ടത്തിലൊക്കെ വലിയ കുറവുള്ളൊരു കാലഘട്ടത്തിലാണ് വന്നത്. പിന്നീട് ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു അഭിനേത്രി പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു ഇപ്പോൾ കൽപ്പന ചേച്ചി ഓർക്കുന്നു. ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയാൻ കൽപ്പനയോടൊപ്പം ഞാനിപ്പം അത്ഭുതം എന്നൊരു പടം ചെയ്തു. അതിനകത്ത് ഞാൻ ബിന്ദു പണിക്കര് കൽപ്പനയായിരുന്നു, അമ്പിളിച്ചേട്ടൻ്റെ ജോഡിയായിട്ടായിരുന്നു. അതിൽ ഭാര്യമാർ ഞാനും ബിന്ദും കാമുകിയായിട്ട് കൽപ്പനയായിരുന്നു. അങ്ങനെ ഒരു 40 ദിവസം ഞങ്ങളവിടെ മലമ്പുഴ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ചെന്നും കാണുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഫാമിലിയെ പറ്റിയായിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൽപ്പനയുടെ മോളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പനയുടെ മോളെ പറ്റി പറയും, ഞാൻ എൻ്റെ മക്കളെ പറ്റി പറയും. അത് സത്യം പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനും ആ ഒരു എന്താ പറയണേ ആ സ്നേഹമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു. കൽപ്പന ഞാൻ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ സിനിമയായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു. കൽപ്പനയോ എവിടെയോ സിനിമയൊക്കെ ചെയ്തും അല്ലെങ്കിൽ കൽപ്പനയുടെ വീട്ടിലും ഒക്കെ സുഖമായിട്ട് ഇരിക്കാന്ന് ഓർക്കാനും ഒക്കെ എനിക്കിഷ്ടം. വളരെ കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം അതാണ് മലമ്പുഴ ഇതാണ് കവാന്നൊരു സ്ഥലം. എപ്പോഴാണേലും നമ്മുടെ സെറ്റ് വർക്കിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഭാര്യയുടെ കാര്യവും മക്കളുടെ കാര്യവും അതെ ആ കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളെ പടം ഇടയ്ക്ക് കുറവാണ് എന്നറിയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ യാദൃച്ഛമായിട്ട് കാണുകയോ ചെയ്ത് വളരെ രഹസ്യമായിട്ട് മാറ്റി വിളിച്ചിട്ട് പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, ചോദിക്കാൻ മടിക്കരുത്. സത്യം. ജ്യോതിഷം വലിയ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. എന്നോട് പറയും, എൻ്റെ നമ്മൾ ഈ തുടങ്ങുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ തുടങ്ങണമെന്ന് പറയും. എന്താണെന്ന് എനിക്കറിയത്തില്ല, പലരും പറയാത്ത കാര്യം. പക്ഷെ കൽപ്പന പറഞ്ഞത് എനിക്ക് രാശി അതാണെന്ന് പറയും. ഈ കൃത്യമായിട്ട് ഇപ്പം ഒരാളിനെ കണ്ട ഏതാ നാള് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു നാള് പറഞ്ഞ ഉടനെ അതിങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ആ നാളുകളും കാര്യങ്ങളും എന്ന് പറയുമ്പം ഈ 5 മക്കളെ പ്രസവിച്ച എൻ്റെ അമ്മ അരവൈദ്യനാണ്. കാരണം അന്നത്തെ കാലത്ത് ഒന്നിന് കരപ്പം വന്നാൽ മറ്റേ അതിനും വരും, ഇതിന് മണ്ണനം വന്നാൽ അതും വരും. അപ്പൊ ഇതിപ്പോ എല്ലാ മരുന്നും നമുക്ക് അറിയാം. അത് കുറച്ച് എടുത്താൽ മതി എന്ന് ഇപ്പൊ ചോദിച്ചാലും ഒരു അമ്മയ്ക്ക് അറിയാം. ചോദിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറയും, ഇന്ന നാളാ തിരുവോണമാ, ഇയാൾ തിരുവോണമാ, അവര് തിരുവോണമാ, ഇതിന് തിരുവോണമാ, ഇവർക്ക് ഈ സ്വഭാവങ്ങൾ കാണും, ഇന്നതൊക്കെ പറ്റും. ഞാൻ വിചാരിക്കും വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റാ. നല്ല ഓർമ്മയും അത് ഓർത്ത് വെക്കുകയും ചെയ്യും. ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്ത് വെച്ചിട്ട് അത് വെർഗോയാണോ ഇത് ലിബ്രയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എല്ലാം ചോദിച്ചു. അത് വർഷങ്ങളായിട്ട് ചോദിച്ച് എല്ലാവരുടെയും ജാതകം അവളുടെ കയ്യിലുണ്ട്. കൃത്യം അത് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ ഇത്രയധികം ഇൻട്രസ്റ്റ് അങ്ങനെ വരും. പണ്ട് അവളുടെ ഡയറി മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. ഓരോ നക്ഷത്രങ്ങളൊക്കെ ചേർന്ന് ഓരോ ജ്യോതിഷന്മാർ എഴുതിയതിൽ ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി ഒരു ബുക്കിനകത്തേക്ക് അവൾ പോയതിന് ശേഷവും നമ്മളതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അതാണ്. ഇന്ന ഒരു നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ജനിച്ചതാ ഈ പ്രായം വരെ ഒത്തിരി പ്രശ്നം കാണും. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അത്യാവശ്യം. അത് അമ്മയുടെ അല്ലേമ്മ അങ്ങനെ ആവുമായിരിക്കും അല്ലേമ്മ എന്ന് ചോദിക്കും. അവരുടെ ഡിസ്കഷനിലൊരു പ്രധാന ഭാഗമാണ്. അല്ല, ഇപ്പോ പൊന്നമ്മ ബാബു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അവരെ എവിടെയോ വേറൊരു സ്ഥലത്ത് ഇപ്പോഴും സിനിമയിലൊക്കെ ഉണ്ട് എന്ന് ഒന്ന് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പെട്ടെന്നുള്ള വിയോഗം എന്ന് പറയുന്നത് ആ 2 ദിവസത്തെ വാർത്തയൊക്കെ കഴിഞ്ഞാലും ഇവരങ്ങനെ ഒരു വിസ്മൃതിയിലേക്ക് പോകുന്നില്ല. ഇവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ചാനൽ മാറ്റുമ്പം ഇവരെ കാണും, അല്ലെങ്കിൽ സിനിമ കാണും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ ഇവരെ നമ്മൾ വീണ്ടും ഓർക്കും. അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ പലതവണ വീണ്ടും ഓർക്കുകയും ഒരു വലിയ വിഭാഗം കഴിഞ്ഞൊരു 15 വർഷത്തെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. എന്റെയൊക്കെ ബാച്ചിൽപ്പെട്ട ആളുകൾ കണ്ടു വളർന്ന സിനിമകളിലുള്ള ഒരു വലിയ പലപ്പോഴും പറയില്ല, സിനിമയില് ഇതിന് പകരം വെക്കാൻ ആളില്ല എന്ന് പറയില്ല പല ആൾക്കാരും. പക്ഷെ സിനിമ വീണ്ടും മുന്നോട്ട് പോകും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ മുന്നോട്ട് പോകും. പണ്ട് സത്യമാഷ് പോയപ്പം സത്യമാഷ് അഭിനയ ചക്രവർത്തി, സത്യമാഷ്ക്ക് പകരം ആരുണ്ട്? കാലങ്ങൾ അങ്ങനെ പോകും. പക്ഷെ എങ്കിലും സിനിമയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇവര് കാലാതീതമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. സിനിമ ആർട്ടിസ്റ്റുകൾക്ക് മരണമില്ല. അവർ മരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. മഹസാർ പറഞ്ഞൊരു വലിയ കാര്യമാണ്. മഹസാർ പറഞ്ഞു, ഞാൻ സിനിമ കാണാറില്ല വീട്ടില്. കാര്യം ഞാൻ കാണുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ കാണുന്നവരെല്ലാം ആരും ഇന്നില്ല. അദ്ദേഹം പറഞ്ഞത്
ശ്മശാനത്തിലിരുന്ന് സിനിമ കാണുന്ന പോലെ തോന്നുന്നു പറഞ്ഞു. അതങ്ങനെ തോന്നും. പ്രായം എല്ലാരും കൂടെ അഭിനയിച്ച ആരുമൊന്നുമില്ല. അപ്പൊ ഓരോന്ന് കാണുമ്പോ അതുകൊണ്ട് കാണാതിരിക്കുക. അപ്പൊ കാണുമ്പോ ഇവരൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വരികയല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ ഉർവശി തന്നെ ഇപ്പൊ ഉർവശി ചെയ്യുന്ന ഒരു സിനിമ കാണുമ്പോൾ കൽപ്പനയെ കാണുമ്പോൾ കൽപ്പനയുടെ കൊച്ചിലെ തൊട്ടുള്ള ഓർമ്മകളായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. അത് എല്ലാവർക്കും ഒരു സഹോദരി എന്നുള്ളത് എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു. സുഹൃത്തായാലും ശരി, ബന്ധുക്കളായാലും ശരി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം കൽപ്പനയെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ശ്രീകണ്ഠേശ്വരത്ത് ആ ചെറിയ വഴിക്കകത്ത് ഇവർ താമസിക്കുന്ന സ്ഥലവും അവിടെ വന്നിട്ടുള്ള ബീവിച്ചേട്ടനോട് വന്നിട്ടുള്ള അതും പിള്ളേർ കൊച്ചിലെ കാണുന്ന അന്നോട്ട് ഉള്ള ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതായത് എനിക്കൊരിക്കലും അവൾ പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഓർമ്മകളെല്ലാം അവളുമായിട്ടുള്ള വളർച്ചയാണ് എൻ്റെ ബാല്യം. അവിടെ എല്ലാവരും ഇവളെല്ലാവർക്കും അറിയാം. സ്കൂളിലൊക്കെ ഇവളുടെ പേരിലാണ് ഞങ്ങളൊക്കെ ആ പരിഗണനയിലാണ് ജീവിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു ചേച്ചി ഒരു ലൊക്കേഷനിൽ പോയാലും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, എന്റെ സഹോദരങ്ങളൊന്നും ഈ മേഖലയിലല്ല, ആർക്കും അറിയില്ല. അപ്പോൾ അവരെ പറ്റി ഒരാൾ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും പരിചയമൊക്കെ അല്ലാത്തവരങ്ങനെ ചോദിക്കില്ല. എന്നോട് കാണുമ്പോൾ ചിലപ്പോൾ ധർമ്മജൻ എവിടെയെന്ന് ചോദിക്കും, അല്ല മറ്റൊരാൾ എവിടെയെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ എല്ലാവരും സിനിമയിലുള്ളവരായതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും മറ്റ് രണ്ടുപേരെ കുറിച്ചുള്ള ഒരു ചോദ്യം മാൻഡേറ്ററി ആണ്. ഇത് സിനിമയിൽ വന്നതിന് ശേഷം ഉള്ള കാര്യം പറയാണ് രമേശ്. ഞാൻ പറയുന്നത് ട്രിവാൻഡ്രത്ത് അതിന് മുൻപേ ചോദിക്കും ഞങ്ങൾ ആരെ കണ്ടാലും. കൽപ്പന എവിടെയുള്ള വലിയ ക്ലാസ്സിലെ ചേച്ചിമാര് വെയിറ്റ് ചെയ്യും സ്കൂൾ വിട്ടിട്ട് ഇവിടെ മത്സരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ, മിമിക്രി മോണോ ആക്ടിങ് കാണിക്കാൻ. കൽപ്പന ഇന്ന് എന്റെ വീട്ടിൽ വാ കൽപ്പന, കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു കൽപ്പന നാളെ വരാമെന്ന്. അച്ഛൻ്റെ അടികൊള്ളണം. ഹോം ഡെലിവറി. കൽപ്പനയ്ക്ക് ഏറ്റവും ഗുണം ഇൻഹിബിഷൻസ് ഇല്ലാത്ത ആളാ. എന്ത് കാര്യവും അയ്യോ പറഞ്ഞിട്ടാണോ അബദ്ധമായോ പറഞ്ഞത് മണ്ടത്തരായോ. ദിവസവും വൈകുന്നേരം വെളിയിറങ്ങി, സ്കൂളില്ലാത്ത ദിവസം വെളിയിറങ്ങി നീ വാച്ച് കെട്ടിക്കൊണ്ടു പോകും. അപ്പൊ അമ്മയ്ക്കും അച്ഛനുമേ വാച്ചുള്ളൂ, ഞങ്ങൾക്കൊന്നും വാച്ചില്ല. അപ്പൊ അമ്മ രാവിലെ പോകുമ്പോ ഒരു വാച്ച് എടുത്ത് കൊണ്ടുപോകും ആകാശവാണിയിൽ, അച്ഛൻ വെളിയിൽ പോകുമ്പോ ഒരു വാച്ച് എടുക്കും. ഞങ്ങൾക്ക് വാച്ചില്ലല്ലോ. അവൻ വന്ന് ക്ലോക്കൊന്നും വീട്ടിലില്ല. വെളിയിലിറങ്ങി ഒന്ന് നിൽക്കും വൈകുന്നേരം. എനിക്കൊരു ഷടി മാത്രമേ ഉള്ളൂ. മിനിച്ചേച്ചിക്ക് ഒരു കൊച്ചു പെറ്റിക്കോട്. അവിടെ നിന്ന് പോകുന്ന ആൻറ്റി എടുത്ത്, ആൻറ്റി മണി എത്രയായി എന്ന് ചോദിക്കും. 4 മണി. തൊട്ട് പറയാം ഈ ആൻറ്റി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇവിടെ ഒരു ആൻറ്റി വരുന്നുണ്ട്. ഈ ആൻറ്റി ഇങ്ങോട്ട് പോയി ഇവർ വന്ന് റീച്ച് ആയണേ. ആൻറ്റി മണി എത്ര? ഇവർക്കൊക്കെ അറിയാം, അവരവിടുന്ന് കേട്ടോണ്ട് വരിക സ്ഥിരം. 4:01. വീണ്ടും അടുത്ത ആംഗിൾ വരും, മമ്മ മണി എത്രയായി? ഇതെല്ലാവർക്കും അറിയാം. ഒരു ദിവസം ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മണി പിള്ളേരെവിടെ പോയി, മണി ചോദിക്കാൻ ആളിനെ കണ്ടില്ല ചേച്ചി, വന്നില്ല, സ്കൂളിൽ വന്നില്ല, അല്ലെങ്കിൽ അതാണ്ട് അമ്മയുടെ അങ്ങോട്ട് പോയി, ഞാൻ ഇപ്പം അങ്ങോട്ട് പോകും. ഇതൊരു ഫേമസ് ആയിരുന്നു. എന്നെ കണ്ടില്ലെങ്കിൽ അവരൊക്കെ ചോദിക്കും കുമസൻ ഇവിടെ പോയി, വക്കീൽ മാത്രമേ ഉള്ളല്ലോ എന്ന് പറയും. മിനി ചേച്ചി കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും വക്കീലയുടെ മോളെ, വക്കീലെ അമ്മച്ചിയുടെ വീട്ടിൽ പോയി. അപ്പൊ എൻ്റെ ആ ബാല്യം, എൻ്റെ മാനറിസംസും അങ്ങനെ എല്ലാം അവള് വഴി ഉള്ളതാണ്. പിന്നെ നമ്മൾ ജീവിതത്തിന്റെ വഴി തിരിഞ്ഞല്ലേ പറ്റൂ അങ്ങോട്ടും ആയപ്പോഴും. മാനറിസംസ് എന്ന് പറയുമ്പോൾ സിനിമയിൽ ഞാൻ വന്നതിന് ശേഷം പറയും, മിനി ചേച്ചി കുറെ താമസിച്ച് ചെയ്ത ക്യാരക്ടേഴ്സിന് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് ചില വീട്ടികൾ പറയും. അവളെപ്പോലെ ചെയ്യുന്നു എന്ന്. അവളെപ്പോലെ ഞാനാ ചെയ്യുന്നത്, അതിവർക്കറിയില്ലല്ലോ. അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ ഒരു കഴിവുമില്ല. ഞാൻ ഒരു സ്റ്റേജും കയറിയിട്ടില്ല. സ്റ്റേജിൽ കയറി 3 പേരെ കൊണ്ട് നിർത്തിയ മിനി ചേച്ചി അപ്പോഴേ പറയും, ടീച്ചർ ആൻറ്റി വേണ്ട, എവിടെ ബോധം കെട്ട് വീഴും അവിടെ എന്ന് പറയും. സ്റ്റേജിൽ തുറന്ന് 2 പേരും 2 ഭാഗത്തൂടെ ഇങ്ങനെ പിരിഞ്ഞ് അനക്കേറാ മലയിലേന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ മിനി ചേച്ചിയെ നോക്കി ക്ലാപ്പ് ചെയ്യും. എല്ലാവർക്കും ഭയങ്കര ഫേമസ് അല്ലേ. കുറെ ഇവിടെ പക്ഷെ നിങ്ങൾ സ്റ്റേജിൽ കയറിൽ എന്ന് പറഞ്ഞാൽ 3 പേര് ഒന്നിച്ചുള്ള ഡാൻസ് ഫോട്ടോസ്, അതൊക്കെ ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയതിനു ശേഷമാണ് രമേശ്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ബാല്യകാലമാണ്. ആ സമയത്ത് കയറ്റും കൊണ്ട് നിർത്തിയ ഉടനെ തന്നെ. കാരണം രാധാന്റിയുടെ വീട്ടില്, ടീച്ചർ ആന്റിയുടെ വീട്ടില്, അവരുടെ ചേച്ചി അമ്മയുടെ കൂട്ടുകാരിയാ. വീട്ടിൽ ഈ പറഞ്ഞതുപോലെ കളർ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ വെച്ച് പിള്ളേരെ വെടിപ്പുകാരെ വെക്കുന്ന പോലെ വെക്കും. മര്യാദക്ക് ഇന്നും വരാൻ ട്യൂഷന് വരാൻ വേണ്ടി. ഇതെല്ലാം ചെന്നുടനെ ആദ്യം ഇതാ പറക്കി തിന്നുന്നു. പിന്നെ അടുത്തത് 2ാമത് കൊണ്ടുവന്ന് വെക്കും. എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. അത് കഴിക്കാനാ ഞാൻ പോയെ. ക്ലാപ്പ് ചെയ്താൽ ഉടൻ തന്നെ അയ്യോ മിനി ചേച്ചി എനിക്ക് ദേഹം വല്ലാതെ വരുന്നു എന്ന് പറയുന്നു, താഴെ വീഴും. ടീച്ചർ വരുന്നു, എന്നെ എടുത്തു കഴിഞ്ഞാൽ 3 പേരും ഉള്ള സ്റ്റെപ്പുകളെ കൂടുതലുള്ളൂ. എന്നാ അവർ 2 പേരും അഡ്ജസ്റ്റ് ചെയ്തേ അറിയത്തില്ല. അങ്ങനെ നേരെ അകത്ത് കൊണ്ടുപോകും. ഡാൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ എന്നെ അടിക്കുന്നുള്ളൂ ഒക്കെ ചെയ്യും എൻ്റെ കൂടെ. പിന്നെ പറയും ഇവളുടെ കൂടെ ഞാൻ നിൽക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ
ഒരു കലാപരിപാടിക്ക് പോയാലും സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് അവളുടെ ഓർമ്മ വരും. നമ്മുടെ ഒരു ധൈര്യത്തിന്റെ ഭാഗം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരെ മറന്ന് ജീവിക്കുക എന്ന് പറയുന്നത് മലയാളിക്ക് പ്രായോഗികമല്ല. അത് നമ്മൾ മലയാളിയായിട്ടാണ് ജനിക്കുന്നത്, ജീവിക്കുന്നതെങ്കിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇവർ പോപ്പപ്പ് ചെയ്ത് വരും. അതിനെ നമുക്ക് ഈ ബോധ്യങ്ങൾ, ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇന്നതാണ്, ഇന്നത് ഈ ലോകത്ത് നടന്നു കഴിഞ്ഞു എന്ന ഉത്തമ ബോധ്യം കൊണ്ട് നമ്മൾ അതിനെ പാസ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതിനപ്പുറം മറന്നു ജീവിക്കുക എന്നുള്ളത് വലിയ പാടാണ്. കൽപ്പന ചേച്ചിയെ പറ്റി ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട TS സുരേഷ് ബാബു സാർ പറയും. കൽപ്പന എൻ്റെ ഒരു ചിത്രത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, ഉപ്പുകണ്ട പ്രദേശത്തിൽ. അതിൽ ആക്ച്വൽ ഹീറോയിൻ എന്ന് തന്നെ പറയാം. അതിൽ 5 നായകന്മാരാണ്. അത് രാജ്ചാൻ, ക്യാപ്റ്റൻ രാജുവിൻ്റെ വൈഫായിട്ടാണ് അഭിനയിച്ചത്. സീരിയസും കോമഡിയും സെന്റിമെന്റ്സും എല്ലാം കലർന്നൊരു വേഷമായിരുന്നു. അത് വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചു. കുടുംബപരമായിട്ട് ഞാനും കൽപ്പനയുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് ചവറച്ചേട്ടൻ VP, അദ്ദേഹമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൽപ്പനയുടെ അമ്മയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കലാരഞ്ജിനി, ഉർവശി, എല്ലാവരും അവരുടെ ബ്രദേഴ്സൊക്കെ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളിലെല്ലാം. എന്തായാലും കൽപ്പന എനിക്ക് സ്വന്തം സിസ്റ്ററെ പോലെയായിരുന്നു. അത്രയും ബന്ധമായിരുന്നു. ഞങ്ങൾ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും അടുപ്പമായിരുന്നു. അപാരമായ ഒരു കലാകാരിയായിരുന്നു. ഇൻസ്പെക്ടർ ബൽറാം എന്നൊക്കെ പറയുന്ന സിനിമയിൽ, ഒരു സിനിമ തന്നെ ചേട്ടാ, അതായത് പോലീസിലാ ജോലി. പോലീസിൽ റാങ്ക് കൂടിയ ഒരു ഉദ്യോഗസ്ഥയാണ് കൽപ്പന ചേച്ചി. ജഗദീഷ് ഏട്ടൻ റാങ്ക് കുറഞ്ഞ ഒരാളാണ്. അപ്പൊ ജോലി സ്ഥലത്ത് ജഗദീഷ് ഏട്ടനെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുകയും ഓർഡർ ചെയ്യുകയും ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. വീട്ടിൽ വന്ന ജഗദീഷ് ഏട്ടന്റെ ഭാര്യ, പുള്ളിയുടെ കോംപ്ലക്സാ. പുള്ളി വീട്ടിൽ ഭർത്താവ് എന്നുള്ള ഒരു സുപ്പീരിയോറിറ്റി അധികാരം ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ചെയ്ത് കളയും. ആ പടത്തില് വീട്ടിലെ കൽപ്പന ചേച്ചിയും സ്റ്റേഷനിലെ കൽപ്പന ചേച്ചിയും ഭയങ്കര വ്യത്യാസമുള്ള, ഭയങ്കര ചേഞ്ചാണ്. കാരണം അവിടെ ഇൻസ്പെക്ടറാണ്, ഇയാൾക്ക് കോംപ്ലക്സ്. ഇവിടെ ഭാര്യ. എനിക്ക് ശശിയേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറോട് പറ്റിയ ഏറ്റവും വലിയ ബഹുമാനം അതാണ്. കാരണം ഈ കോമഡി ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും സീരിയസ് റോൾസ് കൊടുക്കാൻ ധൈര്യം കാണിച്ചൊരു ഡയറക്ടർ ശശിയേട്ടനാണ്. അതിപ്പം പിന്നെ കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞ ഒരു മഹാനടനെ മറ്റു പടങ്ങളിലുള്ള പോലെയല്ല, ആൾക്കൂട്ടത്തിൽ തനിയിലൊക്കെ ഇനി ഇറക്കി താഴെ കിടത്താം എന്നൊക്കെ പറയുന്ന കഥാപാത്രം എല്ലാവരെയും, പിന്നെ കുഞ്ഞാണ്ടി മാഷ് മുതൽ ബഹദൂർ അങ്കിൾ മുതൽ, അതൊരു ധൈര്യമാണ്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു ഡയറക്ടർ, അതിന് അദ്ദേഹത്തിന് ഭയങ്കര ധൈര്യമാണ്. കാരണം മറ്റൊരു ഡയറക്ടർക്കും അന്ന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തലമുറയിലെ ഡയറക്ടേഴ്സിനോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനം അതാണ്. ഇന്ദ്രൻസ് എന്നൊരു നടൻ ഈ തലമുറയിലെ ഡയറക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇങ്ങനെ ആവത്തില്ല. ജഗദീഷ് എന്ന് പറഞ്ഞൊരു നടൻ ആ കോമഡി കറക്കത്തിൽ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ഇവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായി. അന്ന് ഡയറക്ടേഴ്സിന്റെ ധൈര്യക്കുറവ് കൊണ്ട് മാത്രമല്ല കേട്ടോ, ബിസിനസ് ഇല്ല. കോമഡി ചെയ്യുന്ന കൽപ്പനയെ കൊണ്ട് വളരെ സീരിയസ് റോൾ ചെയ്താൽ ബിസിനസ് ആകുമെന്നുള്ള വിശ്വാസം നമുക്കല്ലേ. വ്യവസായമാണല്ലോ, അതിൽ അവർക്ക് ഏറ്റവും മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഹ്യൂമർ കൂടെ ചെയ്യുന്ന, എല്ലാം മിക്സ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറാണ് വേണുചേട്ടൻ. പക്ഷെ വേണുചേട്ടൻ അധികം ചെയ്ത കോമഡി സിനിമകളിലാണ് കൽപ്പന ചേച്ചി അഭിനയിച്ചത്. സീരിയസിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നിസാർക്കാണെങ്കിലും ഒരു അവരുടെ ആ ഒരു അവസ്ഥയാണ്. അതിലൊരു കാര്യം കൂടെ ഉണ്ട്. ആ ധൈര്യം ഏതെങ്കിലും ഒരു ഡയറക്ടർ കാണിക്കുന്ന ഒരു പോയിന്റിൽ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വലിയ തോതിൽ ഉത്തരവാദിത്വമാണ്. അത് IV ശശി ദാമോദരൻ മാഷ് അന്നത്തെ ഏറ്റവും വലിയ അഡ്രസ് ഉള്ള ഒരു ഫസ്റ്റ് റോയിൽ നിൽക്കുന്ന ഡയറക്ടർ ആയതുകൊണ്ടാണ്. ആരുണ്ടായാലും ഇല്ലെങ്കിൽ ഒരു പുതുമുഖത്തിനെ കാണിച്ചാലും റഹ്മാനെ 2 സീനിൽ കാണിക്കാൻ അന്ന് ധൈര്യം കാണിക്കുന്നത് IV ശശി മാത്രമേ ഉള്ളൂ. ഉണ്ട്. ഇപ്പോ ഈ കൽപ്പന ചേച്ചിയുടെ വീണ്ടും പറഞ്ഞ ഡോൾഫിൻ ബാർ എന്ന് പറയുന്ന പടത്തിൽ സുരേഷ് ഏട്ടന്റെ നായികയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഏത് ഭാഷയും പിടിക്കാനായിട്ട് തിരുവനന്തപുരം ഭാഷ കാര്യമായിട്ട് പിടിച്ചിട്ടുള്ളതാണ്. ഇനി ഏറ്റവും ഒടുക്കം നമ്മൾ ആലോചിച്ചാലും ചാർലി എന്ന് പറയുന്ന സിനിമയിലെ ക്യൂൻ മേരി എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു കൽപ്പന ചേച്ചി ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് ഒരു വലിയ വെല്ലുവിളി എന്താ വെച്ചാൽ, ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് കമ്പനി, നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതൊരു കമ്പനി ആലോചിച്ചോ, ഇവർ നാളെ ഒരു ചായപ്പൊടി ഇറക്കുകയാണ്. വളരെ നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള ചായപ്പൊടിയാണേലും ഈ ചായപ്പൊടി മേടിച്ച് കുടിക്കാൻ ആളുകൾ മടിക്കും. ഇതിനൊരു ചെറിയ പത കണ്ടാൽ പോലും മറ്റേതാണോന്ന് സംശയിക്കും. അപ്പൊ ചേച്ചി പറഞ്ഞ ബിസിനസ് ഇല്ല ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടറാണ് അന്ന് പടം വന്ന് ഏറ്റെടുക്കേണ്ടത്. ഇന്നത്തെ രീതിയിലല്ല. അന്ന് അവര് വന്ന് ഇത് ഏറ്റെടുത്ത് ഒരു ബഡ്ജറ്റ് ഇട്ട് അവർക്ക് നമ്മൾ പടം കൊടുത്ത് അവരും കൂടെ നമുക്ക് പൈസ തന്നിട്ടാണ് നമ്മൾ പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർബന്ധാവസ്ഥയിൽ എത്തുകയാണ്. പിന്നെ വേറൊന്ന്, നമ്മൾ ഗൗരവമുള്ള കഥാപാത്രം ചെയ്യുമ്പോഴും അല്ലാത്തൊക്കെ ആൾക്കാർ ഈ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവത്തോട് വ്യക്തിയുടെ കഥാപാത്രം ഭയങ്കര ഇണങ്ങി നിൽക്കും ഒരുപാട് പേർക്ക്.
എനിക്കങ്ങനെ പലരെ പറ്റിയൊക്കെ തോന്നിയിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ സ്വഭാവമായിട്ട് വലിയ മാറ്റങ്ങള് പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് ആ. ഈ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതെ, അതൊരു വലിയ ഘടകമാണ്. ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ആള് വേണ്ടേ? ആള് വേണ്ടെന്ന് തീർച്ചയായിട്ടും വേണം. അതായത് അശോക് പറഞ്ഞ പോലെ കൽപ്പനയ്ക്ക് പകരം വെക്കാൻ ആ സമയത്ത് ആരുണ്ട് ഹ്യൂമർ ചെയ്യുന്ന ആർട്ടിസ്റ്റ്? പക്ഷെ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം കുറച്ച് കഴിയുമ്പം ഒരേ പ്ലേറ്റിൽ പോവാൻ പക്ഷെ അങ്ങനെ പോയാലും സിനിമയ്ക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോ അതേ ആലോചിക്കത്തുള്ളൂ. അത് അവരെ അങ്ങനെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുക, അത് ആ റോള് പോലെ എന്നും കൂടെ പറയും. അതിനകത്ത് വന്ന് ആ റോള് പോലെ ഒരെണ്ണം വെക്കണം അതിൽ എന്നും കൂടെ പറയും. അതാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏത് കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും നമ്മൾ എന്ത് വേഷം ചെയ്താലും നമ്മളതായിട്ടുള്ള ഒരു സാധനം, ഒരു ചെറിയ സംഭവം അതിലുണ്ടാവും. ഏത് കാലത്തും ഇപ്പം അശോകനാണെങ്കിലും ഉർവശി ആണെങ്കിലും കൽപ്പനയാണെങ്കിലും ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ക്യാരക്ടർ ചെയ്താലും നമ്മളുടെ എവിടെയെങ്കിലും ഒരു സാധനം കുറച്ചായിട്ട് കിടപ്പുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ എഴുതുന്ന ആള് മനസ്സിൽ കണ്ട് എഴുതിയാൽ റിപ്പീറ്റേ വരുള്ളൂ. നമ്മൾ ആ സിനിമയില് ചെയ്ത നമ്മളെ വിളിച്ചൊരു പടത്തിൽ ചേട്ടനോട് പറയാൻ കേട്ടിട്ടുണ്ട്, ചേട്ടനെ കണ്ടെഴുതിയോണ്ട് ചേട്ടൻ ഒന്നുകൂടെ അതിൽ ചെയ്ത പോലെ ചെയ്യുവോ, ഇതിൽ ചെയ്ത പോലെ ചെയ്യുവോ, ഇത് തന്നെ ചെയ്യുവോ എന്ന് കൃത്യമായിട്ട് ചോദിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, അമ്പിളിച്ചേട്ടനാണ് ഉള്ള സമയത്ത് സിനിമയിൽ ഇല്ലാത്ത സിനിമ ഏതാ ഉള്ളത്? പുള്ളിയുടെ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് തന്നെയല്ലേ എഴുതുന്നത്. പക്ഷെ അത് പെർഫോം ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നടന്മാർക്ക് അത് പറ്റും. മാത്രമല്ല പറ്റുന്നത് ചേട്ടാ, ഫീമെയിൽ കോമഡി എന്ന് പറഞ്ഞത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അന്ന് മുതലേ ഉണ്ടെങ്കിലും ആ ഒരു ട്രാക്ക് കോമഡിയിലാവാതെ അതിലൊരു മാറ്റം കൊടുത്ത് ഒരു നാച്ചുറൽ ഇതിലേക്ക് മാറ്റിയതാണ് മിൻചേച്ചി. നായികമാര് കോമഡി ചെയ്താൽ ആരും അംഗീകരിക്കത്തില്ലായിരുന്നു. ഞാനത് ഉർവശിയാണ് അതിന് തുടക്കം കുറിച്ചത്. കുറേശ്ശെ ആയിട്ട് അതിനെനിക്ക് എന്നോടത് ആദ്യം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത് ശ്രീദേവിയാണ്. അത് മിനിശേഷിയുടെ ഏറ്റവും ആരാധനാപാത്രമാണ് ശ്രീദേവി. ശ്രീദേവിയുടെ പടങ്ങള്, ശ്രീദേവി എങ്ങനെ നടക്കുന്നു, ഏത് ഡ്രസ്സ് ചെയ്യുന്നു, ശ്രീദേവിയുടെ പാട്ട്. അപ്പം ശ്രീയമ്മ എൻ്റെ ഒരു ഫംഗ്ഷന് കൊണ്ട് കുറേ നാളിന് മുമ്പ് ഞാൻ തമിഴ് ചെയ്തൊക്കെ ശ്രീയമ്മ ഹിന്ദി ചെയ്യും. ശ്രീയമ്മ തെലുങ്കിൽ ചെയ്തതും തമിഴ് ചെയ്തതും ഞാൻ വീണ്ടും സെക്കൻഡായിട്ട് തെലുങ്കിലും ഇതിലും അല്ലെങ്കിൽ തമിഴ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. തോഫ എന്ന് പറഞ്ഞ ശ്രീയമ്മയുടെ ഫേമസ് ഫിലിം ഞാനാണ് തമിഴ് ചെയ്തത്, പിന്നെ വന്നിട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉർവശി അറിയുന്നില്ല, ഉർവശിക്കകത്തൊരു ഹ്യൂമർ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ ഞാൻ ഏറ്റവും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് ബേസിക്കായിട്ട്. എനിക്ക് ഒരുപാട് കിടന്ന വളവളാന്ന് വർത്തമാനം പറയുന്നത് ഇഷ്ടമേ അല്ല. അങ്ങനെ പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങും. എനിക്കൊരിക്കലും ഇഷ്ടമുള്ള ഒരു പുസ്തകം കിട്ടിയാൽ മതി, ഞാൻ അവിടെ ഇരുന്നോളും. അപ്പോൾ അത് മാറ്റിയെടുത്തത് ശ്രീയമ്മയാണ്. ശ്രീയമ്മ എന്നോട് പറഞ്ഞു, അതൊന്ന് കിടപ്പുണ്ട് ഉർവശി, ഒരു ഹീറോയിൻ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വൈകി മനസ്സിലാക്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ തൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം താൻ അത് നന്നായിട്ട് പ്രയോഗിക്കുന്നുണ്ട്, താൻ അത് അറിയുന്നതേ ഇല്ല. അത് ഈ ഹ്യൂമർ ചെയ്യുമ്പം ഇത്തിരി കയറ്റി ചെയ്യണമെന്നുള്ളൊരു തത്വം അന്തരീക്ഷത്തിലുണ്ട്. ഹീറോയിന് ഇത് കയറ്റി ചെയ്യാൻ പറ്റൂല, ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റൂല. അപ്പം അത് കൺവിൻസ് ചെയ്തെടുക്കല് വലിയ ബാധ്യതയാണ്. അവിടെയാണ് ചേച്ചിയൊക്കെ ഏറ്റവും സുഖമായിട്ട് തലവരി പോകുന്നത്. അങ്ങനെ ഓവർ കോമഡിയോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇപ്പോ തലയണ മന്ത്രം എടുത്താല് നിങ്ങൾ വീട് മാറിയ ശേഷം പിറ്റേന്ന് രാവിലെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം നിങ്ങളെ കാണാൻ മമ്മൂട്ടിയെ പോലെ ആയിരുന്നു എന്ന് ശ്രീ പറയുന്നുണ്ട്. വലിയ ചിരി ഉണ്ടാക്കിയ സീന, വളരെ ജെനുവിനാണ്. നിങ്ങളുടെ കാറ് നിന്ന് പോയിട്ട് ഒന്ന് ഇറങ്ങി തള്ളുമെന്ന് വെച്ചപ്പോ ഞാൻ ഇറങ്ങുകയല്ല, കാറിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല, എനിക്കിത് തള്ളില്ല, ഞാൻ ഈ നാണക്കേടിന് ഇല്ല എന്നല്ല. ഇത് സീൻ വളരെ ജെനുവിൻ ആയിരിക്കണം, ഹ്യൂമർ ആയിരിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നായിക ചെയ്യുമ്പോഴുണ്ട്. തീർച്ചയായിട്ടും നായികക്ക് ഉത്തരവാദിത്വം അത് നടപ്പിലാക്കി എടുത്തു. അത് സത്യമായിട്ടും വലിയൊരു പങ്കുണ്ട് അതിൽ, ഇല്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമ വേണുചേട്ടന് വലിയ പങ്കുണ്ട്. നന്മ നിറഞ്ഞ ശ്രീനിവാസൻ അതിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ജയറാമിനെ പേടിപ്പിക്കും, പോയിരുന്നു ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള വേണുചേട്ടന്റെ പടങ്ങളിൽ അത് അപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ, വേണുനാഗവള്ളിയുടെ ക്യാരക്ടേഴ്സിന് കളിപ്പാട്ടം എല്ലാ പടങ്ങൾക്കും ഉണ്ട്. സ്വാഗതം, ഫിഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ, സുഗമോ ദേവിയില് അതിന് ചെറിയൊരു എലിമെന്റ് ഉണ്ട്. അപ്പൊ എല്ലാ സിനിമകളിലും ടച്ച് ചെയ്ത് അതിൽ കൂടെ തലയണമന്ത്രം തന്നെയല്ലേ പൈസ കൊടുത്ത് എനിക്കിത് മേടിക്കേണ്ട ആവശ്യം. അതെ അതെ. അപ്പൊ തലയണമന്ത്രത്തിൽ ഫസ്റ്റ് എടുത്ത ഷോട്ട് സിനിമയില്, അത് ഫസ്റ്റ് ഫസ്റ്റ് എടുത്ത ഷോട്ടാണത്. അതാണ് എന്റെ ഓർമ്മയിലുള്ളത്. കളിപ്പാട്ടത്തിൽ ലാലേട്ടൻ
എങ്ങനെങ്കിലും ഒന്ന് ചൂടാകണമെന്ന് വെച്ച് അതെ 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 ആ വയലിന്റെ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഒട്ടിച്ചൊക്കെ കാണിക്കുന്ന എന്തൊക്കെയോ കാണിക്കും. മോള് കിഞ്ഞി പൊട്ടിക്കണം. നമ്മൾ മിഥുനം എടുത്താൽ പോലും പഴയ കത്തുകൾ സൂക്ഷിച്ചു വെക്കുന്ന ആ ഭാര്യ, അതിനകത്ത് സങ്കടവും, നമുക്ക് അവരുടെ അവസ്ഥ, അവരൊരു പൈങ്കിളിയാ. ഈ റിയാലിറ്റി പല ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഒരു സങ്കടവും വർക്ക് ചെയ്യണം, കുറെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ തുടക്കം വച്ചതല്ല. ഇപ്പം കൽപ്പന ചേച്ചി ഹ്യൂമറിന് ഇത്രയും ഒരു, ഞാനതാ ജഗതിച്ചേന്റെ ഒപ്പമൊക്കെ 2 ആണുങ്ങളെ കാസ്റ്റ് ചെയ്യാവുന്നിടത്ത് നമുക്ക് ഒരു പെണ്ണിനെ കാസ്റ്റ് ചെയ്യാന്ന് തോന്നിച്ചു തുടങ്ങിയതിനകത്ത് കാബൂളിവാലയൊക്കെ എടുത്താല് ഉണ്ടല്ലോ, അതിന് വലിയൊരു പങ്ക് കൽപ്പന ചേച്ചിയും വഹിച്ചിട്ടുണ്ട്. ചേച്ചിയൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോ വേദികളിലും സിനിമകളിലും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കോട്ടയം നസീർക്ക് കൽപ്പന ചേച്ചി ഓർക്കുന്നു. മിക്കപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അവര് സ്റ്റേജ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ പലരും നമ്മൾ എന്താ പറയുക, സ്റ്റേജിലേക്ക് പറ്റിയവരാണെന്ന് നമുക്ക് തോന്നാറില്ല. പക്ഷെ കൽപ്പന ചേച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, സ്റ്റേജിൽ കൊണ്ടിട്ടാലും എന്താ പറയാ, അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒക്കെ ചേച്ചി ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. ചേച്ചി ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഷോസ്, എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞങ്ങളൊരു UK ഷോയ്ക്ക് പോയത് 10 ദിവസം ഷോ ആയിരുന്നു. ചെന്നിറങ്ങി അന്ന് തൊട്ട് ഷോ തുടങ്ങി 10 ഷോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ആയിരുന്നു. ഒരു വണ്ടിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഒരു യാത്ര. അപ്പോഴൊക്കെ ഒരു സ്റ്റേജ് ബാലൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നത്, അത് ചെയ്യാനൊരു മടിയില്ലാതെ നമ്മളോടൊപ്പം നിന്ന്, ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇട്ട് ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മളോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഓർമ്മകളുണ്ട്, എല്ലാം കൂടി ഇവിടെ പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ചേച്ചിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ എപ്പിസോഡിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ കൽപ്പന ആരോടും ചൂടായി കണ്ടിട്ടില്ല. മക്കളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നത്. നേരെ കോൺട്രാസ്റ്റ് സ്വഭാവമാണ് വീട്ടില്. എല്ലാവരെയും ശാസിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന അവളാണ്. അതുകൊണ്ടാണ് കൊച്ചിലെ അടി വാങ്ങിക്കുന്നത്. എന്നോട് വഴക്കുണ്ടാക്കി എന്നെ നുള്ളും. അതിൽ ഉറക്കത്തിൽ എന്റെ പ്രശ്നം, ഇനി സ്വപ്നത്തിൽ കണ്ടതാന്ന് ഞാൻ വിശ്വസിക്കാൻ കുറേ വർഷം എടുത്തു. സ്വപ്നത്തിൽ ഇവളെന്നെ അടിച്ചിട്ട് ഓടുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണും രാത്രി. കാരണം അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ കിടക്കും, കാല് വെച്ച് ലോക്ക് ചെയ്ത്. അപ്പൊ ഇവളടുത്ത് കിടക്കും. എന്ന് നിനക്ക് അമ്മയുടെ അടുത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരടി എഴുതുമ്പോൾ ഞാൻ ഒറ്റ കരച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്ന് ചെവിക്ക് വിളിച്ച് ഉള്ളും 2 അടിയും കൊടുക്കും. ഇവള് കരഞ്ഞുകൊണ്ട് കിടക്കും. സ്വപ്നത്തിൽ ഞാനിത് കണ്ടിട്ട്, എന്നെ അടിച്ചമ്മ, മിനി എന്നെ അടിച്ചു. അവള് നല്ല ഉറക്കവാ. ഇത് സ്വപ്നമാണെന്നറിയത്തില്ല. അച്ഛനപ്പം എന്തിയേ ചൂരലെന്തിയേ നോക്കൂ, അയ്യോ അത് സ്വപ്നം കണ്ടേച്ച് വിളിക്കുക, എണീച്ചിരിക്കും. മക്കളെ അത് സ്വപ്നമാണ് മക്കളെ. പിറ്റേന്ന് രാവിലെയും പറയും. അച്ഛൻ കൊണ്ടുവന്നിരുന്ന ഈ അന്ന് കേക്കൊക്കെ വലിയ സംഭവമല്ലേ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. അടുക്കിനടുക്കിനൊരു ഒരു കേക്കും അതിനിടയ്ക്ക് വെണ്ണയും ഉണ്ട്. ഈ സാധനം സ്ഥിരം കൊണ്ടുവരും. ശാന്ത ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും അച്ഛൻ. ഇത് എല്ലാവർക്കും ഓരോന്നും തരുമ്പോൾ ഞാനിത് കുറേ നേരം വെച്ചേക്കും. വലതേ വെച്ച് ഇടത് കൊണ്ട് തിന്നു. ഇങ്ങനെ ഇത് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? ഒറ്റ അതിലിങ്ങനെ എടുത്ത് ഇതിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ആരെങ്കിലും ഉണ്ടെന്ന് കലച്ചേച്ച് പിന്നെ പാതി കൊടുക്കും അവള്. എൻ്റെ തരുമ്പോൾ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കും. പിന്നെ പരുതുംകാലിൽ പോയി എന്ന് വിചാരിച്ചാൽ മതി. എണീറ്റ് അങ്ങോട്ട് പോകുന്ന കാണാം. നേരെ അവിടെ നിന്ന് കറങ്ങിയടിച്ച് ഇതുവഴി വന്ന് എടുത്തോണ്ട് ഒരൊറ്റ പോക്കാണ്. ആ പ്രദേശത്ത് പിന്നെ കാണത്തേ ഇല്ല. അവളെ കാണത്തില്ല. കരഞ്ഞ് വിളിച്ച് കരഞ്ഞാൽ എനിക്ക് ശ്വാസം നെറുകെ കയറി ഇങ്ങനെ ആവും. പിന്നെ എടുത്തോണ്ട് ഓടി പൈപ്പിന്റെ ചോട്ടി കൊണ്ടുവന്ന് വെള്ളം തലയിൽ ഒഴിക്കണം. അപ്പൊ ഇങ്ങനെ ആവും. ഈ കുഴപ്പമുള്ളതുകൊണ്ട് ആരെങ്കിലും എന്നെ നോക്കാൻ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ എവളാ കരയിക്കുന്നത്. അപ്പൊ എവിടെ വേറെ ഒന്ന് ക്യാമ്പിൽ നിർത്തിയിട്ട് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. അല്ലെ അവളെ അവിടെ നിർത്തിയേച്ചില്ല. കോഴിയും കുറുക്കനെയും പുല്ലും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കത്തില്ലെന്ന് ഒരു കടങ്ങാതെ മിക്കവാറും ഈ ഒരുമിച്ച് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. അവളെങ്ങാനും അച്ഛൻ പറഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നീ കയറരുത്, നിന്നെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയ അമ്മ എന്നും അയക്കുന്നത്. ഈ സാർ പറഞ്ഞ പോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം കേട്ടോ, വലിയ പ്രശ്നം. അയ്യോ ഞാൻ കണ്ടിട്ടുള്ള ഒരിക്കൽ ഒരു അമേരിക്കയിൽ ഒരു ഈ നോൺ വെജ് കഴിക്കത്തില്ലല്ലോ. ഒരു വീട്ടിൽ ചെന്നപ്പോൾ നോൺ വെജ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു വിട്ടതായിരുന്നു ഞാൻ നോൺ വെജ്. ഈ ദേഷ്യം എനിക്ക് വിശന്നിട്ടാണ്. ഈ ഷോയും കഴിഞ്ഞ് വരുന്നതാണ്. ഷോയും കഴിഞ്ഞ് നമുക്കറിയാലോ അമേരിക്കയിൽ പോകുമ്പോൾ വീടുകളിലാണല്ലോ ഭക്ഷണം. അവിടെ വെച്ചേ പറഞ്ഞു എനിക്ക് വെജിറ്റേറിയനെ കഴിക്കുള്ളൂ. അവിടെ ചെന്ന വെജിറ്റേറിയൻ സാധനമേ ഇല്ല. അങ്ങോട്ട് ഫയർ ചെയ്ത് ഇറങ്ങി പൊക്കളഞ്ഞ്. എനിക്കിപ്പോ വണ്ടി വേണം, എനിക്കിപ്പോ ഹോട്ടലിൽ പോകണം, എനിക്കിപ്പോ റൂമിൽ പോകണം. എന്നിട്ട് ബഹളമായി. ചേച്ചി ഈ കൽപ്പന ചേച്ചിയുടെ മകള് ശ്രീമയിക്ക് ഇങ്ങനത്തുള്ള ഈ കലയും പരിപാടികളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ അവളുടെ മിനി ചേച്ചിയുടെ പേഴ്സണലായിട്ടുള്ള
വ്യക്തി ജീവിതത്തിൽ അവൾ കാണിക്കുന്ന തമാശകളെല്ലാം അങ്ങനെ തന്നെ പകർത്തിയിരിക്കുന്നത് എൻ്റെ മുകളിലാണ്. കുഞ്ഞാറ്റ അവൾ അതെല്ലാം കാണിക്കുന്നത്. അവളുടെ മരിച്ചതിന് ശേഷം അവളെപ്പോലെ എൻ്റെ മോള് പെരുമാറുന്ന കണ്ടാണ് അമ്മ ആശ്വസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവളുടെ മകള് എന്നെ പോലെയാണ് കൊച്ചിലെ ഞാൻ പെരുമാറുന്ന പോലെ. കാര്യമായിട്ട് പെരുമാറാനും പക്വതയോടെ കൈകാര്യം ചെയ്യാൻ അറിയാം. ഹ്യൂമർ പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ് അവൾക്ക്, പെർഫോം ചെയ്യും. പക്ഷെ അത് അധികം വീട്ടിൽ അധികം പ്രയോഗം ഇല്ല. അങ്ങനെ കൽപ്പന ചേച്ചി, ഞാൻ കൽപ്പന എന്ന് പറഞ്ഞൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അതിലും വായിക്കുന്ന അനുഭവങ്ങളൊക്കെ വളരെ വലുതാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്നോളം മറ്റൊരു ചാനലിലോ പരിപാടികളിലോ നമുക്കറിയാവുന്നതിനോ കേട്ടിട്ടുള്ളതിനോ ഒക്കെ അപ്പുറമുള്ള ഒരു ബാല്യകാലത്തെ ഒരുപാട് അനുഭവങ്ങളാണ് ഉർവശി ചേച്ചി ഇന്ന് നമ്മളോട് പങ്കുവെച്ചത്. അതില് കേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് മുതൽ ഒന്നിച്ച് സ്കൂളിൽ പോകുന്നതും വടിയേരിയിൽ നിന്ന് സമയം ചോദിക്കുന്നതും മുതൽ ആ കുട്ടിക്കാലം തൊട്ട് കൽപ്പന ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ക്യൂൻ മേരി എന്ന ചാർലിയിലെ കഥാപാത്രം വരെയുള്ള ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ ഒരുപാട് ഏടുകളിലൂടെയാണ് നമ്മൾ പോയത്. പ്രിയപ്പെട്ട നിസാർ സാർ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെയും വ്യക്തി എന്ന നിലയിലുള്ള ഓർമ്മകൾ പങ്കുവച്ചു. വിജി തമ്പി സാറും അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. വേദികളിലും സിനിമകളിലും ഒരുപാട് തവണ കൽപ്പന ചേച്ചിയോടൊപ്പം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള അശോകൻ ചേട്ടൻ കൽപ്പന ചേച്ചിയുടെ നല്ല ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചു. ഇന്ന പ്രായം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്ര പ്രായത്തിലാണ് നമ്മെ വിട്ടു പോകേണ്ടത് എന്നൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഇല്ല. ഈയിടെ എവിടെയോ വായിച്ചതാണ്, നമ്മൾ ഓരോരുത്തരുടെയും ജനനം നമുക്കറിയാമെന്ന് പറയുന്നത് പോലെ മരണവാർഷികം നമ്മൾ എല്ലാ കൊല്ലവും കടന്നു പോകുന്നുണ്ട്. അത് ഏത് ഡേറ്റാന്ന് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മെ വിട്ടുപിരിയേണ്ട ഒരു കാലത്തിലോ പ്രായത്തിലോ സമയത്തിലോ ഒന്നുമല്ല കൽപ്പന ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. എങ്കിലും ചെയ്തു വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ, ഉണ്ടാക്കി വെച്ച വലിയ വലിയ സൗഹൃദങ്ങൾ എല്ലാം ഇന്നും അവരെ നമ്മളുടെ മനസ്സിൽ ജീവനുള്ളതായി നിലനിർത്തുന്നു. ഓർമ്മയിൽ നിന്നും കൽപ്പന എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആൽബം സൈൻ ചെയ്യാം. പ്രിയപ്പെട്ട ഉർവശി ചേച്ചിക്ക് അമൃത ടിവിയുടെ വക ഒരു ഉപഹാരം വിജി തമ്പി സാർ നൽകുന്നു. കൽപ്പന നാനാർത്ഥമുള്ള ഒരു പദമാണ്. കൽപ്പന എന്ന വാക്കിന് മലയാളത്തിൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ആജ്ഞ എന്നാണ് അർത്ഥം, രാജകൽപ്പന എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയാണ്. മറ്റൊന്ന് ഭാവനാത്മകമായി വർണ്ണിക്കുക, കാൽപ്പനികതയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ഈ പേരുമായി മലയാള സിനിമയിലേക്ക് എത്തി വളരെ ശക്തിയുള്ളതും പ്രാധാന്യമുള്ളതുമായ കഥാപാത്രങ്ങളും ഭാവനാസമ്പുഷ്ടമായ നർമ്മരസപ്രധാനമായ കഥാപാത്രങ്ങളുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ച് വെള്ളിത്തിരയിൽ നിന്നും നാം അറിയാത്ത മറ്റൊരു ലോകത്തേക്ക് പോയ കൽപ്പന ചേച്ചിയുടെ ഓർമ്മകളുമായുള്ള ഓർമ്മയിൽ നിന്നും കൽപ്പന എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുകയാണ്. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.